മേക്കാട്ടെ രോഹിണിയുടെ കല്യാണത്തിന് എന്തെങ്കിലും കൊടുക്കണ്ടേ മോളെ? ഇന്ന് എന്തെങ്കിലും മേടിച്ചോ? അമ്മയ്ക്ക് എവിടുന്നേ കാശ്? അപ്പുറത്തെ രാമചന്ദ്രന്റെ അടുത്ത് വാങ്ങിച്ചതാ. ഞാൻ വരുമ്പോ വാങ്ങിച്ചോണ്ടിരാ. നിന്റെ പ്രായത്തിലുള്ള ഓരോരോ പെൺകുട്ടികളുടെ കല്യാണം കഴിഞ്ഞ് പോകുമ്പോ അമ്മയുടെ വയറ്റിലെ തീയ. അമ്മയ്ക്ക് എപ്പോഴും ഇങ്ങനെ ഓരോന്ന് എണ്ണിപ്പറക്കിരുന്ന് വിഷമിക്കാനേ നേരമുള്ളൂ. എന്റെ വിഷമം എനിക്കല്ലേ അറിയൂ. മേക്കാട്ടെ രോഹിണി നീയും ഒരേ പ്രായ, ഒരുമിച്ച് കളിച്ച് വളർന്നു വരും. അവളുടെ കല്യാണമായി. നിന്റെ കാര്യം ഞാൻ നേരത്തെ വരാം. പിന്നെ മുഹൂർത്തം 6 മണിക്ക് ഒരുങ്ങിയിരുന്നോളൂ കേട്ടോ. നാശം പൊട്ടിയില്ല. ചേട്ടാ, എന്നെ അടുത്ത ജംഗ്ഷനിലൊന്നും വിടാൻ പറ്റുമോ? കേറിക്കോളൂ. വരട്ടെ. അങ്ങനെ തുളച്ചിറങ്ങുള്ള മാറുവേ. പുണ്യം കിട്ടാനല്ല ജോലി ചെയ്യുന്നത്. ബാലെ പൊളിഞ്ഞത് ഞാൻ കാരണമാണോ? അല്ലെങ്കിൽ കീരിക്കാട്ട് തിയേറ്റേഴ്സിന്റെ ഏത് ബാലയായി ഇവിടെ പൊളിയാതിരുന്നിട്ടുള്ളത്? നാട്ടുകാർക്ക് കൊതി തീരെ കല്ലും ചെരുപ്പ് എറിയാനും കൂവാനുള്ള ഒരു പ്രസ്ഥാനമാണല്ലോ ഇത്. കാശിന്റെ കാര്യം ചോദിക്കുമ്പോൾ മാത്രം കാതും കേൾക്കൂല, ഉറക്കോ മണ്ണ് വാരി അടിക്കും ഞാൻ വായില്. ഉറങ്ങുക. കാശിനല്ല, ഒരു സന്തോഷ വാർത്ത. അണ്ണൻ വിളിക്കിറങ്ങി. എന്താണോ അണ്ണൻ വെളിയിലോട്ടിറങ്ങി വരി. നീ പന്ത കണ്ട പെരിച്ചാലി പോലും നിമിരിക്കാണ്ട് കാര്യം പറ. പിന്നെ പറഞ്ഞു. അന്ന് ഞാൻ പറഞ്ഞില്ല എനിക്ക് 500 രൂപ എന്ന സുരേഷ് മേനു സാറ് അങ്ങരുടെ കാറില് രോഹിണി, നമ്മുടെ രോഹിണി. എന്താ രോഹിണി കൊണ്ട് തല വെച്ചോ കാറിന്റെ? അല്ലല്ല, ആ കാറിലാണ് രോഹിണി ഇപ്പൊ വന്ന് ഇറങ്ങിയത്. മുടിപ്പര അമ്മയ്ക്കാണ് സത്യം. എന്റെ കാശ് വരി എണ്ണ വീടല്ലേ വെക്കം വരി. അയ്യോ പെയ്യ. അല്ലല്ല, കിടക്കണ എന്റെ മുടിപ്പര അമ്മച്ചിയാണ്. കണ്ണ് ദൃഷ്ടിയാണോ ഞാൻ കണ്ടേ? ഒരു വെള്ള ബെൻസ് 555 വലിക്കുന്ന. അയ്യോ, ഇത് വലിക്കണല്ല, ഓട്ടിക്കണ കാറ് മുതലാളി. എന്റെ മുതലാളി എവിടെ അങ്ങനെ അതിന്റെ അകത്ത് കയറി വിട്ടത്? നീ വല്ല സ്വപ്നം കണ്ടോ? അല്ല, കേട്ടോ ശരിയാണോ? കേട്ടോ ശരിയാണോ? ഇറങ്ങിയെങ്കില് ഇപ്പൊ ഷുവറായില്ലേ? ഓള് പോക്കാണെന്ന് നമ്മൾ ആദ്യം പറയുമ്പോ ആരും വിശ്വസിക്കില്ല. ഇതിന്റെ സത്യാവസ്ഥ ഒന്ന് അറിയണമല്ലോ. എന്തൊരു സത്യാവസ്ഥ! പെണ്ണ് കയറി കൊളുത്തി പ്രേമം. ഇത് അഡ്ജസ്റ്റ്മെന്റ്. കിട്ടാത്ത മുന്തിരിഞ്ഞ പുള്ളിക്കും. എന്നാലും പെണ്ണ് പുളിങ്കൊപ്പി തന്നെ കയറി പിടിച്ചൂട്ടല്ലേ. ഇപ്പൊ ഇവിടെ ഒരു കാറ് വന്നത് പോയോ? വേയ് കാശിന്റെ കാര്യം എന്റെ കാശ് കണ്ണി കണ്ട ഉത്സവപ്പറമ്പിലൊക്കെ ബാല നോക്കിയിട്ട് നോട്ടീസ് അപ്ലിത്തിട്ടില്ല. ഒരു തയ്യക്കാരനുള്ള ഇന്റർനാഷണൽ തയ്യക്കാരനോ പ്രസി കൊടുത്ത മാറ്ററിൽ അവിടെ അയാളോട്ട് മറ്റിടത്തോണ്ട് വെച്ചിരിക്കുക. ഞാൻ ഒരു തിരക്കാണ് വിട്ടിരിക്കുന്നത്. അവിടെ വൂട്ട് ഞാനല്ല. ഇപ്പൊ എന്താ പറഞ്ഞത് മനസ്സിലായേ? കാശ് കിട്ടൂല, പുതിയ ടെക്നിക്കാ. ഉറക്കമില്ലേ അതിന്റെ 2ാം ഭാഗം. ഈശ്വര, രോഹിണിക്കിന് എങ്ങനെ ഒരു പ്രസന്റ് വാങ്ങിക്കൊടുക്കുക? ഈശ്വര, രോഹിണിക്കിന് എങ്ങനെ ഒരു പ്രസന്റ് വാങ്ങിക്കൊടുക്കുക? കണ്ടില്ല കേട്ടോ. പ്രോഗ്രാം ബുക്കിംഗ് തോന്നുന്നു. കരുതാക്കോടൊന്നും പറയാനോ? അല്ല, അതല്ല. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ കാറ്. ഏത് കാറ്? സുരേഷ് മേനോൻ സാറിന്റെ കാറ്. വരി, ഇരുന്ന് നിരങ്ങാതെ വരി. ഇവിടെ ഒരു പെങ്കൊച്ചുണ്ടല്ലോ, രോഹിണിയാ? ആ കുട്ടിയുടെ കൊടുത്തേക്കൂ. കൊടുത്തേക്കാം. ആ കുട്ടി അതൊക്കെ ഞങ്ങൾക്കറിയാം. നിങ്ങൾ പോയി അണ്ണാ, ഈ ചങ്കരയൊന്നും ചുമ്മാ പറയില്ലെന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലായല്ലേ? ആ സുരേഷ് മേനോ അവർക്ക് സമ്മാനങ്ങൾ വരെ കൊടുത്തയക്കാൻ തുടങ്ങിയിരിക്കുകയാണ്.
രോഹിണി വിത്ത് ലവ്. ഇതിനകത്ത് എന്തരെ നോക്കിയാനി? ഇതിനകത്ത് എന്തരെന്ന് നോക്കിയാനി? എന്തിനാവട്ടെ? അവളോട് ഓഫീസ് റൂമിലേക്ക് വരാൻ പറയൂ. വരണുണ്ട്. ആ. ഇരിക്കാൻ രോഹിണിക്ക് ഒരു സമ്മാനം തരാൻ വേണ്ടിയാണ് ഞാൻ വിളിച്ചത്. എന്തേ? ഇത് തന്നെ. ഇതെങ്ങനെ ഇവിടെ വന്നു? ഓ, അപ്പൊ ഇത് ഞാൻ വാങ്ങിച്ചു തന്ന അല്ല എന്ന് കണ്ടപ്പോ തന്നെ മനസ്സിലായില്ലേ? എന്നാൽ എന്റെ വക ഒരു സമ്മാനം കൂടിയുണ്ട്. ഇന്നു മുതൽ രോഹിണിയാണ് എന്റെ ബാലയിലെ നായിക. തന്നെ? എന്താ വിശ്വാസമാകുന്നില്ലേ? ഞാൻ പുതിയ ബാലയെ തുറക്കുന്നു. സത്യവാൻ സാവിത്രി. സാവിത്രിയാണ് രോഹിണി. സത്യവാൻ ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. ആ, ഇത് ഒരു ചെറിയ അഡ്വാൻസ് വാങ്ങിച്ചോളൂ. പിന്നെ രോഹിണിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടെന്നറിയാം. എന്തെങ്കിലും കൂടുതൽ ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ പറയാൻ പഠിക്കരുത്. ഇപ്പൊ അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അറിയാം. അഥവാ ഉണ്ടെങ്കിൽ തന്നെ സഹായിക്കാനൊരു വലിയ ശക്തി തന്നെ പുറകിലുണ്ടല്ലോ. എപ്പോഴും പെടപെടാ. കല്യാണം. കല്യാണോ? തന്നെ വിവരക്കേട് തന്റെ കൂടപ്പറപ്പ. കല്യാണമൊക്കെ നമ്മൾ അറിയിക്കേണ്ട നടത്തുവോ? അല്ലേ രോഹിണി? എന്തൊക്കെ പറഞ്ഞാലും ഇത്രയും വലിയൊരു ബന്ധം കിട്ടിയ താൻ ഭാഗ്യവതിയാ. മനസ്സിലായില്ല. എല്ലാം ഞങ്ങൾക്ക് മനസ്സിലായി. എന്തുടെ വേല ഇറക്കരുത്. സുരേഷ് മേനോൻ സാറ് അപ്പിയെ കെട്ടാൻ പോണ കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടാണ്. എന്നിട്ട് എന്തൊരു നീ ഒളിച്ചു കളി? നിങ്ങൾ വെറുതെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കരുത്. ഞാൻ ഉണ്ടല്ലോ. പെൺകുട്ടികളല്ലേ, ഈ പ്രേമം വിവാഹം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ആദ്യം ഒന്ന് നാണിച്ചും പ്രതിഷേധിച്ചും ഒക്കെയല്ലേ സമ്മതിക്കൂ. പക്ഷേ എനിക്കൊരു അപേക്ഷയുണ്ട്. കല്യാണമൊക്കെ കഴിഞ്ഞ് വലിയ ആളാവുമ്പോ ഈ എളിയ കലാകാരനെയും ഈ കലാക്ഷേത്രത്തെയും ഒന്നും മറന്നു കളയരുത്. പൊക്കോളൂ. സത്യവാൻ സാവത്തിന് സ്ക്രിപ്റ്റ് കൊടുത്തയക്കാം, പഠിച്ചോളൂ. എങ്ങനെയുണ്ട് എന്റെ ട്രീറ്റ്മെന്റ്? അയ്യോ, മൊയിലാളി ആര്? കള്ളനല്ലേ, പെരുങ്കള്ളനല്ലേ. ഇനി ഒരു മയത്തില് ഇവളെ ഞാൻ കയ്യിലെടുക്കും. ഇവള് വഴി സുരേഷ് മേനോനെ ഞാൻ കയ്യിലെടുക്കും. എന്നിട്ട് സുരേഷ് മേനോന്റെ കാശ് കൊണ്ട് ഒരു നല്ല ട്രൂപ്പ് ഒപ്പിച്ച് കയ്യിലെടുക്കും. എന്നിട്ട് ഇവന്മാരെയൊക്കെ ഉണ്ടല്ലോ, ഇവരെയൊക്കെ ഞാൻ ഈ കൈവെള്ളയിലിട്ട് അമ്മാനെ പാടും. ദിന്ദ കിതക ദിന്ദ കിതക ദിന്ദ കിതക ദിന്ദ.